നമ്മൾ ഒരുപാട് മലയാളി സഹോദരങ്ങൾ ഗൾഫ് റീജിയനിലുണ്ടെന്ന് നമുക്കറിയാം. ഒരുപാട് ആൾക്കാർ വർക്കിംഗ് ക്ലാസ്സിലാണ്. ഇവിടെ വന്നിട്ട് വർക്ക് ചെയ്ത് ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒന്ന് സെറ്റിൽ ആകുമ്പോൾ ഒരു സെക്കൻഡ് കാറിലേക്ക് വാങ്ങുന്നുണ്ടാവും. പിന്നെ പലരും അപ്ഗ്രേഡ് ചെയ്യുന്നതെല്ലാം തന്നെ ഒരു ക്രോസ് ഓവർ SUV സെഗ്മെൻറ്റിലാണ്. യെസ്, ഐ എം ഹിയർ. ഇത് അതിൽ വരുന്ന സെഗ്മെൻറ്റാണ്. ഒരു സബ് 60,000 ദിർഹത്തിൽ വരുന്ന ഒരു ക്രോസ് ഓവർ SUV. ചൈനീസ് ബ്രാൻഡായുള്ള GSയുടെ GS3 ആണിത്. സെക്കൻഡ് ജനറേഷൻ GS3 ആണ്. പക്ഷേ കുറച്ച് അപ്ഡേഷൻസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിൻ്റെ റിവ്യൂ ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓൾ മൈ ഫ്ലൈലേഴ്സ്, വെൽക്കം ടു ഫ്ലൈവേ. GSC GS3യും അതുപോലെ ട്രുംചി GS3യും രണ്ട് പേരിൽ ഈ മോഡൽ അറിയപ്പെടുന്നുണ്ട്. ട്രുംചി എന്ന ഈ ഗ്രൂപ്പിൻ്റെ തന്നെ വേറൊരു ബ്രാൻഡാണ്. ചൈനയിൽ മാത്രമുള്ള ഒരു ബ്രാൻഡാണ്. എന്തായാലും കാണാനുള്ള ഒരുപാടാണ്, ആ ലോഗോ വ്യത്യാസം വരുന്നുള്ളൂ. എന്തായാലും GSC ആണ് കൂടുതൽ പോപ്പുലർ, പ്രത്യേകിച്ച് ഈ റീജിയനിൽ. അതിന് സെക്കൻഡ് ജനറേഷൻ വന്നപ്പോൾ ശരിക്കും ഡിസൈനിൽ നല്ല മാറ്റമായിരുന്നു കൊണ്ടുവന്നിരുന്നത്. ഇവർ റോബോട്ടിക് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇത് കീ കയ്യിലുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ആക്ഷൻസും എല്ലാം കാണിക്കുന്നത്. എനിവേ റോബോട്ടിക് ഡിസൈനിൻ്റെ ഒരു ഫീൽ ഇപ്പോൾ നമുക്ക് കിട്ടിയല്ലോ. റോബോട്ട്സും ലൈറ്റെല്ലാം പോലെയുള്ള ലൈറ്റ്സും പിന്നെ ഈ ഒരു ഗ്രിൽ ട്രീറ്റ്മെൻറ്റ് ഭയങ്കര കോണ്ടംപററി ആണ്. നമ്മൾ സാധാരണ ഈ ഭയങ്കര കോണ്ടംപററി ആയിട്ടുള്ള ആർക്കിടെക്ചർ ഫോമിൽ കാണുന്ന ഷാർപ്പ് എലമെൻറ്റ്സും ആംഗുലർ എലമെൻറ്റ്സാണ് നമുക്കിതിൽ കാണാം. വെർട്ടിക്കൽ സ്ലാഗ്സ് ഉണ്ട്, GSCയുടെ ലോഗോ ഉണ്ട്. ഈ ലൈറ്റിനെല്ലാം തന്നെ ഒരു ട്രയാങ്കുലർ ഷാർപ്പ് ട്രീറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം തന്നെ നല്ല സ്ട്രോങ് ഫീൽ ഉണ്ട്. ഇതെല്ലാം കുറേ ഒരു മാറ്റങ്ങൾ വന്നുള്ള ഭാഗങ്ങളാണ്. ഇവിടെ വേറെ ചേഞ്ച് ഒന്നും വരില്ല. ഈ സർഫസ് എല്ലാം സ്മൂത്താണ്, പക്ഷേ എഡ്ജസ് എല്ലാം സ്ട്രോങ് ആണ്. ബ്ലാക്ക് എലമെൻറ്റ് ഇതെല്ലാം കൂടി ചേരുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ സാധാരണ എല്ലാവരും മടിച്ച് നിൽക്കുന്ന ഒരു എലമെൻറ്റാണ് ഇങ്ങനത്തെ ഷാർപ്പ് എലമെൻറ്റ്സ് കൊള്ളിക്കുക എന്നുള്ളത്. അത് ബാക്കി കോൺട്രംപററി ഡിസൈനിലേക്ക് ഇഴുകി ചേർത്ത പോലെയാണ് GS3ൻ്റെ ഡിസൈൻ വരുന്നത്. നമ്മുടെ നാട്ടിൽ പറയുകയാണ് ഇപ്പം മഹീന്ദ്രയുടെ BE എല്ലാം വന്നപ്പോൾ കണ്ട ഷാർപ്പ് എലമെൻറ്റ്സിൻ്റെ വേറെ ഫോമാണത്. ഇനി സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ ടിപ്പിക്കൽ ഒരു ഡിസൈൻ തന്നെ, ക്രോസ് ഓവർ ഡിസൈനാണ്. പക്ഷേ കുറച്ചൊരു പ്രോഗ്രസീവ് ഡിസൈനാണ്. ഈ ഒരു ആക്ഷൻ എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ് ഫീലുള്ള ലൈൻസ് എല്ലാം അങ്ങനെ വന്നിരിക്കുന്നത്. ബാക്കിൽ ടാപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ തന്നെ 16 ഇഞ്ചിൻ്റെ അലോയ് വീൽസ് ആണല്ലോ. ഫ്ലഷ് ഡോർ ഹാൻഡിൽ ഇപ്പം പോയത് കാണാം. ഇവിടുത്തെ ലൈൻസും എല്ലാം തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഷാർപ്പ് എലമെൻറ്റ്സ് ആണ്. C പില്ലറിലുള്ള ഒരു എലമെൻറ്റും കാണുമ്പോൾ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൊള്ളിച്ച പോലെ ഫീലുള്ളത്. സൈഡിൽ നമുക്ക് റിയർ സ്പോയിലറിൻ്റെ എലമെൻറ്റ്സ് കാണാം. അതിൻ്റെ ഒരു കാര്യം എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബാക്കെന്ന് പറയാം. പിന്നെ ഈ ഒരു ടെയിൽ ലൈറ്റിൻ്റെ ഭാഗം കൂടെ സൈഡിൽ വരുമ്പം ശരിക്കും ആ ഷാർപ്പ് ഫീച്ചേഴ്സിനെ കൂടി ചേർത്തിട്ടുള്ള ആ ഒരു ഫീല് കാണുമ്പം ഭയങ്കര മോഡേൺ ഫീലുള്ള. ഈവൻ അത് നമ്മൾ സൈഡ് വ്യൂ മിററിലും കാണുന്നുണ്ട്. ഇപ്പോൾ ഇത്തരമുള്ള ഷാർപ്പ് ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണോ? അങ്ങനെയാണ് കമൻറ്റിൽ പറയാം. എന്തായാലും എനിക്കിത് ഫസ്റ്റ് നോട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഫ്രണ്ടും സൈഡ് കണ്ടതിനേക്കാളും അറ്റൻഷൻസ് ഉള്ളത് റിയറിലാണ്. അതുകൊണ്ടാണ് സെപ്പറേറ്റ്ലി തന്നെ പറയുന്നത്. നമ്മൾ മേലെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ കാണാം ഒരുപാട് ഷാർപ്പ് എലമെൻറ്റ്സ് ഫീച്ചേഴ്സ് എല്ലാം വന്നിട്ടുണ്ട്. ഈ ഒരു സ്പോയിലറിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു എയർഡൈനാമിക് എലമെൻറ്റ് ഉണ്ട്. അത് കാരണം എയർ ഫ്ലോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വൈപ്പറിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് വൈപ്പർ ഒമിറ്റ് ചെയ്തിട്ടുണ്ട്, വാഷർ ഫ്ലൂയിഡ് ഒമിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വൈപ്പർ വേണ്ട ഘട്ടം എന്തായാലും ഉണ്ടാവും. ഒരു നോർമൽ കേസിൽ പൊടി പിടിക്കില്ല, പാറിപ്പോകുന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു റിയർ സ്പോയിലർ എലമെൻറ്റ് കൊടുത്തത് ബൂട്ടിന് കുറച്ച് ഡൗൺ ഫോഴ്സ് കിട്ടുമെന്ന് പറയുന്നുണ്ട്. ശരിയായിരിക്കും. ഈ ഷാർപ്പ് എലമെൻറ്റ്സ് ഭയങ്കര രസമായിട്ട് ടൈലായിട്ടിൽ എനിക്ക് ഈ ഒരു എഡ്ജ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ റിയർ മിററിൽ നോക്കുമ്പോൾ ശരിക്കും രണ്ട് സൈഡിലെ എഡ്ജ് കാണുമ്പം നമ്മളെ ഒരു എലമെൻറ്റ്, വണ്ടിൻ്റെ എലമെൻറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുള്ളൊരു ഫീലുണ്ട്. അത് പണ്ടെല്ലാം പഴയ കാറിലെല്ലാം ഫിൻറ്റെയിലെല്ലാം ഉണ്ടായിരുന്നൊരു ഫീലാണ്. പിന്നെ ഇവിടെ തന്നെ ഒരു രജിസ്ട്രേഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബമ്പറിൻ്റെ ഷേപ്പോട് കൂടി വരുന്ന ഒരു ബൂട്ടിലിടാണ്ട് ഒരു ഓക്വേർഡ്നെസ് ഇല്ല. താഴെ വരുന്ന വലിയൊരു ബമ്പർ പോർഷൻ ഉണ്ട്. രണ്ട് എലമെൻറ്റ്സ് കാണാം. എക്സോസ്റ്റ് ഇല്ല, പക്ഷേ ഡിസൈനാണ്. ഫേക്ക് എക്സോസ്റ്റ് ഞാൻ പറയുന്നില്ല, ഒരു ഡിസൈൻ എലമെൻ്റ് ആക്കിയിട്ടേ കൊള്ളിച്ചിട്ടുള്ളൂ. ഇതിൻ്റെ തന്നെ എൻസൂം എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ഉണ്ട്. അതിൽ സെൻട്രലാണ് ആക്ച്വലി എക്സോസ്റ്റ്. അത് കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള സ്പോർട്ടി വേരിയൻ്റാണ്. ഇത് പ്രാക്ടിക്കലായിട്ടുള്ള നോർമൽ വേരിയൻ്റാണ്. പിന്നെ ബൂട്ട് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ഉണ്ട്. നമ്മൾ ബാഗും കാര്യമെല്ലാം വെച്ചിട്ട് തന്നെ അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ഉണ്ട്. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുണ്ടാവും എത്ര ബാഗേജെല്ലാം വെക്കാൻ പറ്റും. നമ്മളെ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ നമ്മൾ വലിയൊരു സൂട്ട് കേസും മീഡിയം സൈസ് സൂട്ട് കേസും പിന്നെ എൻ്റെ ഈ ക്യാമറ ബാഗെല്ലാം ഇതിൽ കൊണ്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. എനിവേ ഇതൊരു പ്രാക്ടിക്കൽ വെഹിക്കിളാണ്. പ്രാക്ടിക്കൽ വെഹിക്കിളിന് വേണ്ട കാര്യങ്ങളായിരുന്നു അതെല്ലാം. എന്തായാലും പ്രാക്ടിക്കലാണ്. പിന്നെ നമ്മൾ സ്റ്റൈലെല്ലാം ഒരുപാട് നോക്കുന്നതുകൊണ്ട് തന്നെ സ്റ്റൈലും ഒട്ടും കുറഞ്ഞില്ല എന്ന് എനിക്ക് തോന്നി. നിങ്ങൾക്ക് എന്ന് തോന്നി കമൻറ്റിലുണ്ട്. ആ ഒരു ഫീലാണ് ഈ ഒരു വെൽക്കം മ്യൂസിക്കിനുള്ളത്. സാധാരണ നമ്മൾ ഈ ഒരു തായ് മ്യൂസിക്, ചൈനീസ് മ്യൂസിക് നമ്മൾ ഈ സാധാരണ സ്പാലെല്ലാം പോയാൽ കേൾക്കും. ഭയങ്കര കാം ഒരു ഫീൽ കിട്ടുന്നത്. എന്തായാലും ആ കാംനെസ് കയറിയതിനുള്ളിൽ തോന്നുന്നുണ്ട്.
വളരെ നീറ്റ്ലി ലേഔട്ടുള്ള ഒരു സിമ്പിൾ ബട്ട് ഒരു മോഡേൺ ഇൻറ്റീരിയർ ആയിട്ടാണ് എനിക്ക് ഈ GS3ൻ്റെ ഇൻറ്റീരിയർ തോന്നുന്നത്. റിയലി ഗുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്, ഞാൻ പറയാം. എന്തായാലും ഒരു കോസി ആയിട്ടുള്ള ഇൻറ്റീരിയർ, ഡൈവസെൻട്രിക് ആണ്. നമുക്ക് ഇവിടെ ഒരു 10.2 ഇഞ്ചിൻ്റെ സ്ക്രീൻ കാണാം, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ട്, പറഞ്ഞുതരാം. ഇവിടെ ഒരു അട്രാക്റ്റീവ് സാധനമുള്ളത്, നമുക്ക് ഫോൺ ഹോൾഡർ, ഇവിടെ എല്ലാവരും ഉപയോഗിക്കുന്ന സാധനം ഫോൺ ഹോൾഡർ, അത് ഉപയോഗിക്കാൻ ഒരു ക്ലിപ്പ് വെച്ചിട്ടുണ്ട്. അനലോഗ് മീറ്ററാണ്, സെൻട്രൽ TFT സ്ക്രീൻ വരുന്നുണ്ട്, AC വെൻ്റെല്ലാം നീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്, വെരി ഗുഡ് തിങ്. അതുപോലെ തന്നെ AC കൺട്രോളർ നീറ്റ്ലി ചെയ്യാം. ഇവിടെ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാൻ ഇൻഡക്ഷൻ ചാർജിങ് ഉണ്ട്, 2 കപ്പ് ഹോൾഡർ ഉണ്ട്, പിന്നെ ഒരു ക്രിസ്റ്റൽ എലമെൻ്റ്, ഒരു പ്രീമിയം ഫീൽ കിട്ടാനുള്ള രീതിയിൽ ഗിയർ സെലക്ഷൻ നോബിൽ വന്നിട്ടുണ്ട്. സ്വിച്ചസും ബട്ടൺസ് എല്ലാം തന്നെ ക്വാളിറ്റി ഉണ്ട്. ഈ ഒരു ബ്ലൂ ലൈനോട് കൂടിയിട്ടുള്ള ആ ഒരു ബ്ലൂ ഫിനിഷ് ആക്ച്വലി ഒരു ലെതറേറ്റാണ്, പക്ഷേ എന്നാലും ലെതറായിട്ട് തോന്നിപ്പിക്കുന്നില്ല, ഒരു നല്ലൊരു എലമെൻ്റായി തോന്നുന്നുണ്ട്. ഇവിടെ ഉള്ള ലെതറേറ്റ് ഫീലിൻ്റെ പക്ഷേ നല്ലൊരു സോഫ്റ്റ് ഫീലുള്ള ഫാബ്രിക്കും ലെതറും മിക്സ് ആയിട്ടുള്ള ഇൻറ്റീരിയർ സീറ്റ്സ് ആണ്. അതിന് ഗുണമെന്ന് വെച്ചാൽ ഫാബ്രിക് നമ്മൾ ഇരിക്കുന്ന ഭാഗത്തുണ്ട്. ഇവിടുത്തെ ക്ലൈമറ്റിൽ നിന്ന് ചൂട് ഒരുപാട് ഉണ്ടാവില്ല, ഇപ്പോൾ ചൂടില്ല, തണുപ്പാണ്, എന്നാലും അത് ചൂട് വരുന്ന സമയത്ത് ഒരു കാര്യമായിട്ട് നിൽക്കുന്ന കാര്യമാണ്. ക്വാളിറ്റി, ഫിറ്റ് ആൻഡ് ഫിനിഷ്, ബിൽഡ് ക്വാളിറ്റി എല്ലാം എനിക്ക് നന്നായി തോന്നുന്നു. സ്റ്റിയറിങ് ഒരു ഒപ്റ്റിമൽ സൈസാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ ഡാഷിൻ്റെ ഹൈറ്റ് ലെവൽ കുറവാണ്. സാധാരണ ഡാഷ് ബോർഡെല്ലാം നിൽക്കുമ്പം സാധാരണ നമ്മളിപ്പോൾ റീസെൻ്റ്ലി കണ്ടിട്ടുള്ളൊരു കാര്യം, ഇവിടെ നിൽക്കും വണ്ടീൻ്റെ പുറത്ത് കാണുന്ന പലർക്കും പ്രശ്നമാണ്, കാണില്ല എന്നുള്ളത്, കാണാൻ പറ്റുന്നുണ്ട്. കുറച്ച് ലോവറായിട്ട് നിൽക്കും. മുമ്പെല്ലാം നമ്മൾ പഴയ എല്ലാവരും E34 എന്ന് എല്ലാം പറയുന്ന വണ്ടികളിൽ ഉണ്ടായിരുന്ന കാര്യമാണ് ലോവർ ആയിട്ടുള്ള ഒരു ഡാഷ് ബോർഡ്, കുറച്ചൊരു ഡ്രൈവർ സെൻട്രിക് കാറിനുള്ള ഫീലാണ്. ഗുഡ്. നല്ല സൈഡ് പോസ്റ്റേഴ്സും കൂടെ ഉണ്ട് സീറ്റിൽ, നല്ല സപ്പോർട്ടീവ് സീറ്റാണ്. ഫ്രണ്ടിൽ ഇത്രയും ആണ് എനിക്ക് പറയാനുള്ളത്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ഗ്രാഫിക് എല്ലാം നല്ലതാണ്. അതുപോലെ തന്നെ ലക്ഷറി വെഹിക്കിൾസിൻ്റെ GS വരുന്ന എലമെൻറ്റ്സ് എല്ലാം അതിൽ കാണുന്നത്. വേറെ തന്നെ ഒരു ഡിസൈൻ അല്ലാണ്, പെർഫെക്റ്റ്ലി വർക്ക് എന്നെല്ലാം ചെയ്യുന്നുണ്ട്. നമുക്ക് വയർലെസ് ആയിട്ട് കാർപ്ലേ എല്ലാം കണക്ട് ചെയ്യാം. പക്ഷേ ഈ വയർലെസ് കാർപ്ലേ എല്ലാ സമയത്തും നമ്മൾ വിചാരിക്കുന്നവർ കണക്ട് ചെയ്യില്ല, മൂപ്പരാക്കായിട്ട് തോന്നണം. ചിലപ്പോൾ രാവിലെ വേലയിൽ കാറ് കൊണ്ടു തരുമ്പോൾ തന്നെ കണക്ട് ചെയ്ത് തോന്നും. എന്നാലും നമ്മളൊന്ന് നിർത്തി ചാടിച്ച് കയറി വരുമ്പോൾ തന്നെ മൂപ്പർ കണക്ട് ചെയ്യില്ല. അപ്പോൾ അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കണക്ട് ചെയ്യേണ്ട ഒരു ഡ്രോബാക്ക് ഉണ്ട്. അത് മുമ്പ് ഞാൻ M8 കൊണ്ടുവന്നപ്പം ആ വാൻ ഉണ്ടായിരുന്നു, പക്ഷേ GS8 ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ചിലപ്പം ഒന്ന് അപ്ഗ്രേഡ് വരേണ്ട സാധനമായിരിക്കും. ഈസിലി ഇരിക്കാവുന്ന ഒരു റിയർ സീറ്റാണ്, അതേപോലെ തന്നെ ഫ്ലാറ്റ് ഫ്ലോറാണ്. സീറ്റിൻ്റെ തൈ സപ്പോർട്ടെല്ലാം നല്ലോണം ഉണ്ട്. ഹാൻഡ് റെസ്റ്റ് ഇല്ല, പക്ഷേ കുഴപ്പമില്ല. 3 പേർക്ക് ഇരിക്കാം. 2 വലിയ ആൾക്കാർ, കുട്ടിയാകുമ്പോൾ വളരെ കംഫർട്ടബിൾ ഇരിക്കും. എന്നാലും 3 പേർക്ക് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാവുന്ന സ്പേസാണ്. റിയർ എയർവെൻസ് വരുന്നില്ല, റിയർ ചാർജർ വരുന്നില്ല, പക്ഷേ ഇവിടെ നമുക്ക് നല്ലൊരു സ്പേസ് വരുന്നുണ്ട്. സീറ്റ് പോക്കറ്റിൽ ഇപ്പുറം വരുന്നുണ്ട്. ഇവിടെ അഡീഷണൽ 2 ഫോൺ വയ്ക്കാനുള്ള സ്പേസും വരുന്നത്. അപ്പോൾ നമുക്ക് ചാർജ് ചെയ്യാനിപ്പം ഇവിടെ ചാർജ് ചെയ്യും, ഫ്രണ്ടിലുള്ള വയർ എടുക്കേണ്ടി വരും. ലോങ് വയർ എന്തായാലും വാങ്ങിക്കോളും. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് വലിയ ബോട്ടിൽ വയ്ക്കാനുള്ള സ്പേസ് ഇവിടെ ഡോർ പാഡിലും കിട്ടുന്നുണ്ട്. ക്വാളിറ്റിയും സ്പേസും അതുപോലെ തന്നെ കംഫർട്ട് എലമെൻറ്റും നല്ലതാണ്. സൺറൂഫ് വേണ്ടവർക്ക് സൺറൂഫ് ഇല്ല, ഇവിടെ വേണ്ടെന്ന് എൻ്റെ അഭിപ്രായം. എനിവേ, സെക്കൻഡ് തിങ് AC വെൻ്റ് ഉണ്ടാവില്ല, പക്ഷേ കൂടുതൽ ആൾക്കാരും ഡ്രൈവ് ചെയ്യും. GSയുടെ 1.5 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ് GS3 കൊടുത്തിരിക്കുന്നത്. 174 HP കരുത്തും 270 Nm ടോർക്കുണ്ട്. ഇതിനോട് മേറ്റ് ചെയ്തിട്ടുള്ള 7 സ്പീഡിൻ്റെ ഡബിൾ ക്ലച്ച് ഗിയർ ബോക്സ് ആണ്. അവർ ക്ലെയിം ചെയ്യുന്ന ഫിഗർ 18.3 ആണ് മൈലേജ്. എന്തായാലും നമുക്ക് മൈലേജ് ഫിഗേഴ്സ് നോക്കാം. നമ്മളിതിപ്പം 2 ദിവസമായിട്ട് കയ്യിലുണ്ട്, ഒരു ദിവസം കൂടെ നമ്മൾ കയ്യിലുണ്ടാവും. എന്തായാലും ഒരു കാര്യം മനസ്സിലായത്, നല്ലൊരു എഞ്ചിനാണ്, അത്യാവശ്യം നല്ല പെർഫോമൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വാവ്, വാട്ട് എ മൊമെന്റ്! ശരിക്കും രോമാഞ്ചം മൊമെന്റ് ആണ്. എന്നെ ഓവർടേക്ക് ചെയ്തത് മറ്റാരല്ല, ഇസൈനസ് ഷെയ്ഖ് മുഹമ്മദ്, പുള്ളിയുടെ ഒക്ടേല്. വാവ്, ഇതിന് മുമ്പ് ഞാൻ പുള്ളിനെ കണ്ടിട്ടുള്ളത് അവിടെ G63 കുറച്ച് മുമ്പാണ്. ആഫ്റ്റർ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒക്ടേല് കാണുന്നത്. ഓക്കെ, മൂപ്പര വണ്ടി 1 എന്നുള്ള രജിസ്ട്രേഷൻ ഉണ്ടെങ്കിലും നോട്ടിഫൈ ചെയ്യാൻ പറ്റുന്ന മറ്റു സംഗതി, അവരെല്ലാ വണ്ടിയിലും ബാക്കിൽ ഈ സാറ്റലൈറ്റ് ഫോണിലുള്ള 2 ആൻറ്റന ഉണ്ടോ. ഞാൻ അങ്ങനെ റൗണ്ട് ബോർഡിൽ നിന്ന് കണ്ടതായിരുന്നു, പിന്നെ അവർ മുന്നോട്ട് പോയി. വാവ്. പക്ഷേ GS3 പോലൊരു വണ്ടി നമ്മൾ ഫസ്റ്റ് തന്നെ കാണേണ്ടത് ഒരു ഡെയിലി യൂസ്, ഒരു പ്രോപ്പർ കമ്മ്യൂട്ടർ വെഹിക്കിളായിട്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വേണ്ട മെയിൻ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന്, നമുക്കൊരു കംഫർട്ടബിൾ ഹാസൽ ഫ്രീ ഡ്രൈവും അതുപോലെ തന്നെ നല്ലൊരു എഫിഷ്യൻസിയും. മൂന്നാമത്തെ ഒരു ആസ്പെക്റ്റാണ് പവർ. ഞാൻ പവറിന് അതിൽ ഫസ്റ്റ് കൊണ്ടുവരാതിരിക്കാൻ കാരണം, നമ്മൾ എപ്പോഴും പല തിരക്കിലും മറ്റെല്ലാവർക്കും ഓടുന്നുണ്ട്, പവർ വേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ ഓഫീസും താമസിക്കുന്ന ഡിസ്റ്റൻസ്, പ്രത്യേകിച്ച് ഇവിടെ എല്ലാണെങ്കിൽ ചില ആൾക്കാർ ചാർജ് താമസിച്ച് ജബലാലി ഏരിയയിലെല്ലാം പോകേണ്ടി വരും. അങ്ങനത്തെ എല്ലാം ഘട്ടത്തിൽ വേണ്ടതെന്ന് വെച്ചാൽ ഹാസൽ ഫ്രീ ഡ്രൈവാണ്. ആ സമയത്ത് പവർ വേണം. പവർ നമ്മൾ അടിച്ച് പൊളിച്ച് സ്പീഡ് പോകാനുള്ള പവറില്ല, ഈ ട്രാഫിക്കിനെ കോപ്പപ്പ് ചെയ്ത് നിൽക്കാവുന്ന ഒരു പവറാണ് വേണ്ടത്.
അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പവർ 174 HP-യും 271 ടോർക്ക്, പ്രത്യേകിച്ച് ടോർക്ക്. പമ്പ് ട്രാഫിക്കിൽ പെട്ടെന്ന് എടുത്ത് പോകണമെങ്കിൽ പെട്ടെന്ന് ഒരു സിഗ്നൽ കിട്ടി എടുത്ത് പോകുമ്പോൾ എല്ലാം തന്നെ ഓവർടേക്ക് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ട്രക്കിൽ ഒരുപാടുണ്ടാവും ചിലപ്പോൾ റിസോർട്ടിലെല്ലാം. അപ്പോൾ അങ്ങനെയുള്ള ഘട്ടത്തിൽ നമുക്ക് വേണ്ട ആ പവർ ഗെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പവർ ട്രെയിനാണിത്. പ്രത്യേകിച്ച് ഈ സാൻസ്പീഡ് DCT ഗിയർ ബോക്സ്. അതിന് 2 മോഡുണ്ട്. ഇപ്പോൾ ഞാൻ ഓടിക്കുന്ന ഡിക്കോ ആണ്. ഡിക്കൊന്നും സ്പോട്ടിലൊക്കെ മാറുമ്പോൾ ഒരു തമാശ ഉണ്ടായി, വണ്ടി ഇങ്ങനെ സ്പീഡ് പോയ സൗണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഡൗൺ ഷിഫ്റ്റിൻ്റെ ഒരു ചെറിയ ലാഗ് മാറ്റി കഴിഞ്ഞാൽ പവർ എടുത്തു പോകാൻ നല്ല സുഖമുണ്ട്, ഒരു കംഫർട്ട് ഫീൽ ഉണ്ട്. പാഡൽ ഷിഫ്റ്ററൊന്നുമില്ല, പക്ഷേ ഇല്ലെങ്കിലും നമുക്ക് ആവശ്യത്തിനുള്ള സാധനം കിട്ടും. ഞാൻ അവിടെ 80 ലിമിറ്റുള്ള ഏരിയയിലാണ് അപ്പോൾ അവിടെ കുറയ്ക്കുന്നത്. വീണ്ടും കമ്പോട്ടിൽ കിടുമ്പോൾ നന്നോട്ട് വരും. അപ്പോൾ ഇത് നല്ലൊരു പവർ ട്രെയിൻ ആണ്. എനിക്കത് ഇന്നലെ മുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത്തരം ഒരു പവർ ട്രെയിൻ്റെ ഒരു കോമ്പിനേഷനാണ് ശരിക്കും നമുക്ക് വേണ്ടത്. പിന്നെ ഒരു കാര്യമുള്ളത്, ഇവർ ക്ലെയിം ചെയ്യുന്ന 18.3 km/L ആണ് മൈലേജ്. ഞങ്ങൾ ഓടിക്കുന്ന ഒരു സാഹചര്യം വെച്ചിട്ടും നിർത്തിയിടുന്നത് വെച്ചിട്ട് നമുക്ക് അത്ര കിട്ടിയില്ലെങ്കിലും എനിക്കൊരു 13 കിലോമീറ്റർ 13 കിട്ടിയിട്ടുണ്ട്. ഇനി പ്രോപ്പർ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ 18 കിട്ടുന്നത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ റെഗുലർലി ലോങ് എല്ലാം പോകുന്ന ആൾക്കാർക്ക് ഇവിടുത്തെ ഒരു ഡ്രൈവിംഗ് കണ്ടീഷൻ വെച്ചിട്ട് കിട്ടും. ഇവിടെ എത്രത്തോളം ആൾക്കാർ മൈലേജ് നോക്കും എന്നുള്ള എനിക്കറിയില്ല. നോക്കാത്ത ആളുകളുണ്ട് നമ്മൾ പറയെങ്കിലും ഒരുപാട് ആൾക്കാർ നോക്കുന്നുണ്ട്. കാരണം നമ്മളിവിടെ സമ്പാദിക്കുന്നത് എണ്ണി നമ്മൾ കണക്കാക്കി വെച്ച് എല്ലാ ലാഭവും സേവിങ്സ് എടുത്തിട്ട് തന്നെയാണ് ഇവിടെ നല്ല ആൾക്കാർ ജീവിതം പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഓരോ കിലോമീറ്റർ കൗണ്ട് ചെയ്യണം. അപ്പം അതുകൊണ്ട് തന്നെ മൈലേജും പെർസ്പെക്റ്റീവ് നോക്കേണ്ട കാര്യമാണ് നമ്മളിവിടെ ആണെങ്കിലും. അങ്ങനെയുള്ള ഒരു 18 മൈലേജ് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു മിഡിൽ ക്ലാസ് ഒരു വർക്കിംഗ് എക്സിക്യൂട്ടീവ്സിനെല്ലാം തന്നെ നല്ലൊരു മൈലേജ് തന്നെയാണ്. പിന്നെ ഇവിടുത്തെ റോഡ് നല്ലതാണ് നമുക്കറിയാം. ഇടയ്ക്കെല്ലാം മോശം റോഡും ഉണ്ട്, ഇല്ല എന്ന് പറയാനില്ല. ഈ റോഡിലാണെങ്കിൽ നമ്മൾ കുറേ നേരം ഡ്രൈവ് ചെയ്യുമ്പം നമുക്ക് ഉണ്ടാകുന്ന ഒരു കാര്യം ഒരു മൊണോട്ടണസ് ഉണ്ട്. അത് കംഫർട്ടിൽ നമുക്ക് സസ്പെൻഷൻ വൈസ് ഇതിൽ ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് സസ്പെൻഷൻ. ഞങ്ങൾ മോശം റോഡിലും ഓടിച്ചിട്ടുണ്ടായിരുന്നു. അന്നല്ല നമ്മൾ BRB താമസിച്ചതെല്ലാം കുറച്ച് ഉള്ളോട്ടൊക്കെ ആയിരുന്നു. അവിടെ പോകുന്ന വഴിയിൽ കുറച്ച് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്, അവിടെ കുറച്ച് മോശം റോഡ്. അപ്പോൾ അവിടെല്ലാം തന്നെ നമുക്ക് സസ്പെൻഷൻ്റെ ഗുണമായിരുന്നു. സ്റ്റിയറിങ്ങും ലൈറ്റ് സ്റ്റിയറിംഗ് ആണ്, കുറച്ചൊരു പ്ലേ ഉണ്ട്, എന്നാലും നമുക്ക് കമാൻഡിൽ നിൽക്കുന്നൊരു സ്റ്റിയറിംഗ്. നമുക്ക് വല്ലാണ്ട് ഒരു എന്താ പറയുക ഡിസ്കണക്റ്റ് ഫീൽ ചെയ്യാത്ത സ്റ്റിയറിംഗ് ആണ്. പിന്നെ ബ്രേക്കിംഗ് പെർഫോമൻസ് ഇവിടെ അത്യാവശ്യം കാലി റോഡാണ്, ഗുഡ് ബ്രേക്കിംഗ് ഓൾസോ. ഇതെല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഓവറോൾ പവർ ട്രെയിൻ, ബ്രേക്ക്, സസ്പെൻഷൻ ആ ഒരു കോമ്പിനേഷനിലും നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് ഫീച്ചേഴ്സ് കുത്തി നിറച്ചില്ല. ഈ ആസ്പെക്ട്സ് എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് GS3 അനുഭവിക്കുന്നത്. ഞാൻ പറയുകയാണെങ്കിൽ ഒരു എക്സ്ട്രീംലി പവർഫുൾ, എക്സ്ട്രീംലി സ്പോർട്ടി, എക്സ്ട്രീംലി അജൈൽ വെഹിക്കിൾ എന്നുള്ള രീതിയിലല്ല അത്. അങ്ങനെ കാണും വേണ്ട. ഇന്നൊരു എൻസൂം എന്നൊരു വേരിയൻ്റ് ഉണ്ട്, കുറച്ചുകൂടി സ്പോർട്ടിയറാണ്. ഞാൻ അതായിരുന്നു ഡ്രൈവ് ചെയ്യാൻ പ്രതീക്ഷിച്ചിരുന്നത്, പക്ഷേ അത് അൺഫോർച്ചുനേറ്റ്ലി കിട്ടിയില്ല. പിന്നെ ഒരു സ്ഥലത്തെ കൊണ്ടുവരാം. ഇപ്പോൾ GS ആണെങ്കിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഓരോ മോഡലും എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റിൽ ഫീൽ ഉണ്ട്. ചെറിയ ഗ്ലിച്ചസ് എല്ലാം ഉണ്ട്, പക്ഷെ അത് ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ ഇതൊരു ഡീലർഷിപ്പ് നോക്കുകയാണെങ്കിൽ ഒരു കാർഗാഷ് എൻ്റർപ്രൈസ്, അപ്പോൾ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള പ്രൂവൺ ഡീലർഷിപ്പിൻ്റെ അണ്ടറിലാകുമ്പം ആഫ്റ്റർ സെയിൽസിനും ഓണർഷിപ്പ് എക്സ്പീരിയൻസിലൊന്നും കോംപ്രമൈസ് ഇല്ലാതെ ഒരു ഹാസൽ ഫ്രീ എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത് നമുക്ക് വിശ്വസിക്കാം. പിന്നെ ഇവരുടെ പ്രൈസ് വാറണ്ടി, അതുപോലെ തന്നെ പറഞ്ഞ ഓഫേഴ്സും കാര്യങ്ങളും വെച്ച് നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ബൈ ടു കൺസിഡർ. അപ്പോൾ അതുകൊണ്ടെങ്കിൽ ഈ ഒരു മാർക്കറ്റിലാണ് ഈ ഒരു സെഗ്മെൻറ്റ് വാങ്ങാൻ നിൽക്കുകയാണെങ്കിൽ ഡു ചെക്ക് ദ വെഹിക്കിൾ, ടെസ്റ്റ് ഡ്രൈവെല്ലാം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നൊരു വണ്ടിയാണെന്ന് നോക്കുക. ഞാൻ പറയുന്നതായിട്ട് നിങ്ങൾക്ക് എത്ര കണക്ഷൻ വരുന്നുണ്ടെന്നുള്ള അങ്ങനെ ഡ്രൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയണം. എന്തായാലും എനിക്കൊരു നല്ല എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയിട്ടുണ്ട്, അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. കുറച്ച് ഗ്ലിച്ചസിലെല്ലാം ഞാൻ മെൻഷൻ ചെയ്തു. അപ്പോൾ അതും നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ്സ് ഗുഡ്. അതുകൊണ്ട് GSC കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം, ഞാൻ ലെറ്റ് മീ നോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ഫ്ലൈവീൽ വിത്ത് GS3. ഇനി അടുത്താണ് നമ്മൾ ഇത്തരം ഒരു വണ്ടിയിലും കൊണ്ടുവരുന്ന നിങ്ങൾ വെയിറ്റ് ചെയ്യാം. എന്തായാലും അതിൻ്റെ മുന്നേ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യും, ഷെയറും ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിലും ഇത്തരം വണ്ടികളിൽ വാങ്ങാൻ നിൽക്കുന്ന ആൾക്കാരുടെ അവർക്കെല്ലാം ഇത് അയച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരാണെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും, പെട്ടെന്ന് കാണാം. അപ്പോൾ അടുത്തവണ കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വില്ലിംഗ്.